എന്റെ ദൈവമേ, ഏതോ ഒരു സ്വാമി ഇങ്ങനോട് പണ്ട് പറഞ്ഞ് ഇങ്ങയുടെ വീട്ടിൽ നിധി ഉണ്ടെന്ന്. അന്ന് ഇങ്ങനെ പണിക്ക് പോവാണ്ട് വീട്ടിൽ തുറക്കാൻ തുടങ്ങിയതാ. ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും വലിയ തുറങ്കേ ഇങ്ങയുടെ വീട്ടിലാണ്. അതിനൊന്നുമില്ല. 5 വർഷം എന്നെ കല്യാണം കഴിച്ചിട്ട് ഇന്ന് ഈ സമയം വരെ നിങ്ങൾ പണിക്ക് പോണം ഞാൻ കണ്ടിട്ടുണ്ടോ? എടി നീ പറഞ്ഞില്ല ഇപ്പൊ 5 വർഷം മുമ്പ് ഞാൻ തുറന്നോണ്ടിരിക്കുന്നു. അത് പണിയല്ലേ? അത് നിങ്ങൾക്കല്ല പണി കിട്ടിയത്, എനിക്കാ. അത് ശരി. അപ്പൊ നിനക്ക് പണി കിട്ടിയിട്ട് നീ പണിക്ക് പോകാതിരുന്നിട്ട് എന്നെ പണിക്ക് പറഞ്ഞു വിടാൻ നോക്കുവല്ലേ? വെറുതെ അല്ല എല്ലാരും പറഞ്ഞത് എന്റെ കണക്ക് തെറ്റിന്ന്. 4 4 എത്ര അടി? 8 8 വെട്ടും 16 100 200. പിന്നെ ആര് പറഞ്ഞത് നിന്റെ കണക്ക് തെറ്റിയത്? നിന്റെ കണക്ക് ശരിയാ. നിന്റെ കണക്കേ ശരിയുള്ളൂ. ഒരു കാര്യം നീ പോവാൻ നോക്കിക്കേ. വേറെ പല പണി നോക്ക്. രാവിലെ വന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞിട്ട് സ്വാമി വരാൻ പറഞ്ഞിട്ട് സ്വാമിയും വരത്തില്ല. സ്വാമി സ്വാമി അതല്ലേ നിങ്ങൾ താരെ വിളിച്ചോണ്ടിരിക്കുന്നത്? എടി നിധി എടുക്കാന്ന് പറഞ്ഞ സ്വാമി വരാന്ന് പറഞ്ഞില്ല. സ്വാമി വരുവോ വരത്തില്ലെന്ന് അറിയാൻ വേണ്ടി വിളിച്ചോണ്ടിരുന്നു. ആ സ്വാമീനെ എടി ആ സ്വാമി അല്ലെന്ന്. എടി ഹൈടെക് സ്വാമി. എടി ഒരു കാര്യമുണ്ടേ, നീ കൊപ്രായ അരിയ വല്ല ഉണക്കം ഇട്ടിട്ടുണ്ടോ? ആ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിക്കോ. അതേ സുമയുടെ പൂവൻ കോഴി കയറി വരുന്നുണ്ട്. നീ ഈ കോഴി ദിവസം തോറും വലുതായി വരികയാണല്ലോ. എങ്ങനെ വലുതാകാതിരിക്കും? നാട് മൊത്തം കറങ്ങിയത് തീറ്റിയല്ലേ? അയ്യോ ഇത് സ്വാമിയാന്ന്. അയ്യേ, ഇതാണോ സ്വാമി? സ്വാമി എന്ന് പറഞ്ഞ താടി മീശൊക്കെ ഉണ്ടാവൂലേ? സ്വാമി എന്ന് പറഞ്ഞാൽ താടി മീശ ഉണ്ടാവൂല. അതെങ്ങനെ വളർത്തണം? എന്നാലാണ് താടി മീശ ഉണ്ടാവും. അതെ. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ ഇടവേ, രാത്രി ഒന്നും പറയണ്ട. 2 പൊറോട്ട കഴിച്ചാ വയറുവേദന എടുത്തിട്ട് കക്കൂസിയിൽ ഇറങ്ങിയിട്ടില്ല. അതെന്നെ ചോദിച്ചത്. ആട്ട എങ്ങനെ വന്നു? അട്ട ഇങ്ങനെ ഇഴഞ്ഞു വരും. ഇങ്ങനെ ഇഴഞ്ഞ അതന്നെ. എങ്ങനെ ഇങ്ങോട്ട് വന്നു? ഞാൻ ടവേരക്ക് എന്തേരാ വേഗം എടുക്കണേ. അത് തവേര. അല്ല, ഇത് ഓടിച്ചിട്ടാണോ വന്നത് സ്വാമി? അല്ല, ഞാൻ തോളത്തെ ചുവന്നുണ്ടാവുന്നത്. ഞാൻ തർക്കുത്തരം തരാൻ വേണ്ടി വന്നാണ് ഇവിടെ. നിധി എടുക്കണ്ടേ? നിധി എടുക്കുന്ന കാര്യം ചെയ്യും. അതെ, ഇതിക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? അല്ല, അപ്പുറത്ത് കടപ്പുറം എന്ന് പറഞ്ഞു. കടപ്പുറം എന്ന് പറഞ്ഞല്ല, ഇതെല്ലാം മന്ത്രമാണ്. ന്യൂജൻ മന്ത്രം. തന്ത്രം. സ്വാമി മിണ്ടാതിരിക്കുക. എന്നോടല്ല, സ്വാമിനോട് പറ. നമുക്ക് ഈ നിധി കിട്ടണമെങ്കിൽ ആദ്യം നമുക്ക് ഈ ഏലസ് കെട്ടണം. കെട്ടിക്കോ. എന്റെ പൊന്നു സുഹൃത്തെ, വടം കെട്ടണ കാര്യമല്ല പറഞ്ഞത്, ഈ ചരട് കെട്ടണം. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ശ്വാസം പിടിച്ചിരിക്കുക ഇങ്ങനെ. എന്നിട്ട് വേണം ആ ശ്വാസം വിട്ടിട്ട് ഏലസ് എന്റെ കണ്ണി തെറിച്ച് എന്റെ കണ്ണ് പൊട്ടിപ്പോവാൻ. അതാണോ പറഞ്ഞത്? ഈ വീട്ടിലെ വീട്ടമ്മയുടെ അരയിലാണ് ഈ ചരട് കെട്ടേണ്ടത്. അതെ, ഏണി വെച്ച് കയറുന്ന കണ്ടപ്പോഴേ മനസ്സിലായി കാര്യം എങ്ങോട്ടാന്ന്. ഇനി വന്നാ മതി, ഞാൻ കെട്ടിക്കോളാം. ഇയാളൊന്ന് കെട്ടിയതല്ലടവേ, ഞാനൊന്ന് കെട്ടട്ടെ. അപ്പൊ നമ്മൾ ഈ ചരട് കെട്ടുമ്പോ മിണ്ടാതെ ഉരിയാടാതെ. ഇയാൾ ഒരുപാട് ഊരിയിടാണ്ടോന്ന് അങ്ങോട്ട് മാറിക്കാവോ? ഞാൻ ഈ സാധനം കൊടുക്കട്ടെ. എന്നാ കൊച്ച, ഇത് കെട്ടിക്കേ. ഇത് കെട്ടിക്കോ, മുറുക്കി കെട്ടിക്കോ. അഴിഞ്ഞു പോയാൽ പറഞ്ഞാൽ മതി. നല്ല കട്ടും കെട്ടി ഞാൻ കെട്ടിക്കോളാം. ഞാൻ തെങ്ങെ പിടിച്ച് കെട്ടും. ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടുത്തെ നിധിയുടെ കാര്യം വല്ലതും പറഞ്ഞേ. നിധിയുടെ കാര്യം പറയാം. ഈ വീട്ടിലെ അഗ്നികോണം എവിടാ? ഈ ഭാഗത്ത്. അല്ല, തെറ്റി. ഈ ഭാഗത്ത് നിങ്ങളുടെ പടിക്കെട്ടിന് താഴെ. അതങ്ങനെ മനസ്സിലായി? ഈ ചവിട്ടിയിട്ട് കാല് പൊള്ളി വെന്ത് തവിട് മുഴുവായിട്ടിരിക്കുക. നഖമൊക്കെ വളർന്നിട്ടുണ്ടല്ലോ. നഖം വളർന്നല്ലാതെ പ്ലാസ്റ്റിക്കിന്റെ കുപ്പി ഉരുകി പിടിച്ചിരിക്കണതാകും. ഈ തുപ്പ ഞാൻ ഡ്രാഗണോ? അതല്ലെന്ന്. നീ അവിടെ കൂട്ടിയിട്ട് തീ കത്തിച്ചിട്ട് അണച്ചില്ലേന്ന്. മറന്നുപോയി. പുള്ളിയുടെ അഗ്നികോൺ വരെ വെന്ത്. അതെ, പറ. എന്താ നിധിയുടെ കാര്യം പറയും? നിധിയുടെ കാര്യം പറയാം. ഹലോ, നന്നായിട്ട് സ്ട്രിങ് വായിക്കുന്നുണ്ടല്ലോ. എന്നോട് മാട്ടക്ക് വരാവോ? മാട്ട പിടിച്ചോ, പൊളിക്കാം. നമുക്ക് നമ്മള് കളിച്ചാ മതി, നാട്ടുകാർ പൊളിച്ചോളും. നിങ്ങൾ ഈ മ്യൂസിക് ബാൻഡിന്റെ കാര്യം പറഞ്ഞോണ്ട് ഈ നിധിന്റെ കഥ പറ. ഒരു കയ്യിൽ എന്നെയും മറുകയിൽ ആൻഡ്രൂസിനെ പിടിച്ചുകൊണ്ട് നടക്കാനിറങ്ങുമ്പോൾ അമ്മച്ചിയുടെ കഥ പറഞ്ഞു തരുമായിരുന്നു. നിധി കാക്കുന്ന ഭൂതത്തിന്റെ കഥ. ആ ഭൂതത്തിന്റെ കയ്യിലെ നിധിയാണ് ഇപ്പോൾ നിങ്ങളുടെ പെരക്കാത്തിരിക്കുന്നത്. ഇത് ഞാൻ കുറെ കേട്ടിട്ടുള്ളതാ. മറ്റേ സിനിമയിൽ റിസർവ് ബാങ്ക് പറയുന്നല്ലേ? റിസർവ് ബാങ്ക് അല്ല, എസ് പി ബാങ്ക്. എസ് പി ബാങ്ക് അല്ല, ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്ക്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല.
ക്യാബറേ ബാങ്ക്. ക്യാബറയല്ല, റിക്കാർഡ് ഡാൻസ്. ഏതാ ഇത്? സ്വാമി എന്തെങ്കിലും ഒന്ന് പ്രതികാരം പ്രചോദനം അതേ കലാപം പ്രചോദനം. വലിയ പ്രശ്നം ഉണ്ടാക്കാനില്ല, പ്രശ്നം ഒഴിവാക്കാനാ. എന്താക്കി തരാം. ഓം ബ്രം 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 ബ്രം. ഓം ബ്രം 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 ബ്രം. ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ഈ നിധി ഞാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ എന്റെ കുടുംബക്ഷേത്രത്തിൽ കൊണ്ടൊരു 10,000 വെടി പൊട്ടിക്കും. വെറുതെ കിട്ടുന്ന കാശ് പൊട്ടിച്ച് കളയാനാണെങ്കിൽ അത് അവിടെ തന്നെ കിടന്നോട്ടെ. വെറുതെ തോണ്ടി എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതല്ലെന്ന്, അത് കിട്ടുന്ന കാര്യമല്ലോണ്ടേ പറഞ്ഞതാ. ഈ നിധിയില് ഒരുപാട് സാധനങ്ങളൊക്കെ അടങ്ങിയിരിക്കും. സ്വാമി ഒരു കാര്യം ചെയ്യോ, ഈ നിധി ഒന്ന് കണ്ടുവച്ച് തരുമോ? കണ്ടുവച്ച് കണ്ടെത്തി കൊണ്ടുവെക്കാൻ ഞാൻ എന്നാ മാക്കാച്ചി തവളയോ? ഈ നിധി ഇല്ലേ, ഈ നിധി എന്ന് കണ്ടു തരുമോന്ന്. കണ്ടുകൊണ്ട് തരാം. കൊണ്ടുവന്നാൽ പിന്നെ ഈ നിധിയിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് എനിക്ക് അറിയണമായിരുന്നു. 5 കിലോ അമൃതം പൊടി, 1 കിലോ പഞ്ചാര, പിന്നെ തൊലി കളഞ്ഞ ചോളം. തൊലി കളഞ്ഞ ചോളം? തൊലി കളഞ്ഞ നീ വാരി വാരി തിന്നാൻ എളുപ്പമാണല്ലോ. എന്നടേ പുള്ളി പറയണേ? നിങ്ങൾ ഈ വന്നിട്ട് കുറെ സമയം നിങ്ങൾ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ ആ നിധി എടുക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുക. പൊന്നുമ്പിള്ള എന്നോട് ചോദിച്ചിട്ട് നിങ്ങളുടെ പെരക്കകത്ത് കുഴിച്ചിട്ടേക്കണ നിധിയിൽ എന്നാന്ന് എനിക്കറിയാമോ? അത് കുഴിക്കണം. നമ്മൾ കുഴിക്കണം. അത് നമ്മളാ, നീ കുഴിക്കണം. ഞാൻ എന്നാ മേസ്തിരി പണിക്ക് വന്നാണ് ഇവിടെ. അല്ല, ഞാൻ ചോട്ടെ, ഈ കുഴി എന്തിനാ എടുക്കുന്നേ? എന്നാ വെട്ടി മൂടാൻ. ഈ കാലനെ പിടിച്ച് കൊല്ലാനായിട്ട് ആരുമില്ല ഇവിടെ. നിങ്ങൾ അതുവിധം പറഞ്ഞേക്കാതെ നിധി എടുക്കാനുള്ള പരിപാടി നോക്ക്. ഞാൻ അന്വേഷിച്ചിട്ട് ആകെ ഒരു ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ ഒരു അനാഥന്റെ ശാപം കിടപ്പുണ്ട്. ഒരു അനാഥനെ നമ്മൾ സന്തോഷിപ്പിക്കണം. അനാഥന്റെ ശാപം? അതെന്ത് ശാപം? ആരോരുമില്ലാത്ത ഒരാളുടെ ശാപം കിടപ്പുണ്ടെന്ന്. എടാ, ആരോരുമില്ലാത്തവർക്ക് പിന്നെ ആര് ശപിക്കാനാണ് അതിനെ പോയി? അതല്ലാതെ അച്ഛനുമില്ല അമ്മയില്ലാത്ത ആരെങ്കിലും കാണും ഒരു അനാഥൻ. അതെവിടെയാന്ന് നോക്ക, പുള്ളിനെ കണ്ടുപിടിക്ക്, സന്തോഷിപ്പിക്കും. ഇടി പറഞ്ഞ മനസ്സിൽ ഇങ്ങ വന്നേ, ഇടി ആരും ഇല്ലാത്ത ഒരാൾക്കാരെ, അതായത് നമ്മുടെ കായംകുളത്ത് അപ്പച്ചിയുടെ അവർക്ക് എല്ലാവരും ഉണ്ടെന്നേ. എല്ലാവരും അത് ശരിയാത്തില്ല. പിന്നെ വേറെ ആരുണ്ടെന്ന് ആലോചിച്ചു. വല്ല നടപടിയുണ്ടോ അനാഥന്റെ കാര്യം? നമ്മൾ ആലോചിച്ചിട്ട് ആരെയും കിട്ടുന്നില്ല. നിങ്ങളെ കണ്ണു തുറന്ന് നോക്ക, നിങ്ങളുടെ മുമ്പിൽ തന്നെ തപ്പിട്ട്. അതാരാ നോക്കിയത്? ഞാനാന്നേ. എനിക്ക് അച്ഛനില്ല. അവാർഡ് കിട്ടിയ സന്തോഷത്തിൽ നെളിഞ്ഞെന്ന് പറയാ എനിക്ക് അച്ഛനില്ലെന്ന്. അതല്ലത്, എന്നെ പ്രസവത്തോടെ അച്ഛൻ മരിച്ചുപോയി. അച്ഛനാണ് പ്രസവിച്ചത്? അച്ഛനല്ല പ്രസവിച്ചത്. എന്നെ അമ്മ പ്രസവിച്ചു കഴിഞ്ഞപ്പോ അച്ഛൻ മരിച്ചുപോയി. പിന്നെ അമ്മ എന്നെ ഇട്ടേച്ചു പോയി. പിന്നെ എന്നെ നോക്കി വളർത്തിയത് ഒരു സിസ്റ്ററാ. ലോജിക്ക് പ്രോബ്ലം ഉണ്ടല്ലോ. എടാ, ആദ്യം നിന്റെ അച്ഛൻ മരിച്ചുപോയി പ്രസവത്തോടു കൂടി. നിന്റെ അമ്മ ഇട്ടേച്ചു പോയി. അത് കഴിയുമ്പോ പിന്നെ എങ്ങനെയാടാ സിസ്റ്റർ ഉണ്ടാവുന്നേ? അതല്ല സിസ്റ്ററേ, ഉമ്മ. തല്ലി പൊട്ടിക്കും. അതല്ലാതെ സിസ്റ്ററമ്മ, നേഴ്സ്, നേഴ്സ്, നേഴ്സ്. അങ്ങനെ അപ്പൊ ഈ നിധിയുടെ പകുതി എനിക്ക് കിട്ടിക്കഴിഞ്ഞാ എനിക്ക് സന്തോഷവും. അപ്പൊ ഞാൻ എന്റെ എല്ലാ ബന്ധുക്കാരെയും വിളിച്ചു പറയും. അല്ല, സ്വാമിക്ക് ബന്ധുക്കാരൊന്നുമില്ല, അനാഥനാണെന്ന്. ഞാൻ എന്റെ പേരല്ലേ പറഞ്ഞത്. നാഥൻ കൂട്ടി വായിക്കുമ്പോ അനാഥൻ അതല്ലേ പറഞ്ഞോളൂ. കൂടുതൽ സംസാരിക്കല്ലേ. ഇപ്പൊ നിധി എടുക്കാനുള്ള ഒരു കാര്യം ഞാൻ ചോദിക്കാം. നിങ്ങള് ഈ വീട്ടിലെ വീട്ടമ്മ കാവ്യോട് ചേർന്ന് നിൽക്കുക. ചേർന്ന് പ്രശ്നമാണ്. ക്രൗഞ്ചമിഥുനങ്ങൾ ചിലക്കണ കേട്ടോ, പ്രശ്നമാണ്. ക്രൗഞ്ചമിഥുനങ്ങളോ? പിന്നെ കേട്ടനാ, അങ്ങനെ ഒരു പക്ഷിയില്ല. ക്രൗഞ്ചമിഥുനങ്ങൾ എന്ന പക്ഷിയില്ല. അത് കാക്കയാ ചലച്ചത്. ക്രൗന്ന് വെച്ചാ കാക്ക. ക്രൗഞ്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 കാക്കകൾ, അതും ചലച്ചത് മിഥുനമാസത്തിലാ. അത് ഭയങ്കര പ്രശ്നാട്ടോ. പ്രശ്നമാണോ? പ്രതികാരം ഞാൻ ചെയ്യാം. ഈ വീട്ടിലെ വീട്ടമ്മ സ്വാമിയോട് ചേർന്ന് നിൽക്കുക. മുട്ടി ഇങ്ങോട്ട് നിൽക്കട്ടെ, കുഴപ്പമില്ല. ഞാനെവിടെ നിൽക്കും? ഇയാൾ എവിടെയെങ്കിലും പോയി കിടവേ, ഞാൻ ഇന്ന് സെറ്റാക്കട്ടെ. അല്ല ബാബു, നിധി എവിടെയെങ്കിലും സെറ്റാക്കട്ടെ. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എല്ലാവരും കൂടി നിധി മാത്രം മനസ്സിൽ വിചാരിച്ചിങ്ങനെ നിൽക്കുക. ഞാൻ പോയിട്ട് നിധി കണ്ടുപിടിക്കാം. ഓം ബ്രം 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 കട ബ്ര കട ബ്ര ബ്രം 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 ബ്രം. ഓം ബ്രം 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 ബ്രം. ഈ നിധി കെട്ടിക്കഴിഞ്ഞാലേ നമ്മൾക്ക് കോടികളുടെ ആസ്തിയാ. ഈ കോഴികളുടെ അസ്ഥി കിട്ടി നമ്മൾ എന്ത് ചെയ്യാനാ? അണപ്പല്ലേ കെട്ടിങ്ങനെ കടിച്ചു വലിക്കണം. എടി, കോടീശ്വരനാകുമെന്ന് അതാ പറഞ്ഞത്. ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നില്ലേ? ഹലോ ഹലോ. അതെ, എന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാൻ സാമിയാ നിധി എടുക്കുന്ന കാര്യം പറഞ്ഞില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുന്നേ ഉള്ളു. ഇത്തിരി താമസിച്ചു പോയി കേട്ടോ. അല്ല, സാമി വന്നായിരുന്നല്ലോ. ഞാൻ വന്നിട്ടില്ല. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ ഞാൻ വരണേ? വന്നിട്ടില്ലേ? ഇല്ലെന്നേ. അപ്പൊ പിന്നെ ഇവിടെ വന്ന സാമി എനിക്കെങ്ങനെ അറിയാം? സാമി മാറിപ്പോയി. സാമി മാറിപ്പോയി അടിച്ച് പൂസായിട്ടിരിക്കുന്നു വരിക. അതല്ലെന്ന്. എടി, സാമി വന്ന സാമി മാറിപ്പോയി. നമ്മുടെ സാമി വന്നിട്ടില്ല. അപ്പൊ അകത്ത് പോയി ആരാന്ന് നോക്കടി. ദൈവമേ, എനിക്ക് വയ്യ. അയ്യോ ചേട്ടാ, സാമി പോയി. ആണ്ടാ, അവക്ക സാമി പോയതാണ് വിഷമം. എടി, നീ ഇങ്ങോട്ട് പാടി. സാമി മാത്രല്ല, സാധനങ്ങൾ മൊത്തം പോയി. പോയാ? എന്റെ നിധി പോയാ? പിന്നെ നമ്മളെന്ത് ചെയ്യും? ചേട്ടൊരു കാര്യം ചെയ്യും. എന്തായാലും നിധി പോയല്ലോ, ഇനി പണിക്ക് പോയി അങ്ങ് ജീവിക്കാം. അതങ്ങനെ പണിക്ക് പോകും? നിനക്കൊരു കാര്യം അറിയാവോ? ഈ നിധി പോണെങ്കിൽ പോട്ടെ. എടി, 1000 വർഷം പഴക്കമുള്ളൊരു നിധി ഞങ്ങളുടെ കുടുംബ വീട്ടിൽ കിടപ്പുണ്ടെന്ന് അമ്മാവൻ കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. എന്റെ വിധി അത് മതി.